യുവരാജ് ഗോകുൽ, ഈ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന പലരും ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിലെ ന്യായാന്യായങ്ങൾ ചികഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ അതിലെ നിയമപരമായ നിലനിൽപ്പിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ കോടതി തന്നെ പലതരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. തെളിയിക്കപ്പെടുന്നത് വരെ ഒരാൾ നിരപരാധിയാണ് എന്നത് നമ്മുടെ നിയമവ്യവസ്ഥിതിയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. രാഷ്ട്രീയത്തിലെ ധാർമ്മികത എന്നത് മാത്രം മുൻനിർത്തിയാണോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതല്ലെങ്കിൽ പാർട്ടിക്കോ പോലീസിനോ മുന്നിൽ പരാതി എത്തിയിട്ടില്ലാത്തതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നതും എടുക്കാവുന്ന നടപടികൾ കോൺഗ്രസ് മാതൃകാപരമായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന അവകാശവാദത്തെയും BJP മുഖവിലക്കെടുക്കാത്തത് എന്തുകൊണ്ട്? ശ്രീ ഗോപികൃഷ്ണൻ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്ത് ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. നമ്മൾ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, പർട്ടിക്കുലർലി ലൈം ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രിവിലേജസ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇപ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസ്, വിശിഷ്യ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ചെയ്യേണ്ടുന്നതാണ് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ വളരെ സുപ്രധാനമായ ഇടങ്ങളിലേക്ക് കടന്നു കയറുകയും ഭാവിയിലേക്കുള്ള ഒരു വലിയ ലീഡർ എന്നുള്ള നിലയിലേക്ക് എമർജ് ചെയ്ത് വരികയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ടുന്ന ഒരാളായിരുന്നു. കാരണം കേരളത്തിലിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നാളെ അവരൊരു ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനത്ത് ഉൾപ്പെടെ എത്തേണ്ടുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം പെരുമാറേണ്ടുന്നതായിട്ടുള്ള, അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്ന ഒരുപാട് ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ ഒന്നിലും അദ്ദേഹം ആ തലത്തിലല്ല പെരുമാറിയെന്നുള്ളത് ഒരു വശം. ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിക്ക് ഹായ് എന്ന് മെസ്സേജ് അയക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഫ്ലേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചാറ്റ് നടത്തുകയോ അതൊന്നും അല്ല ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരം വിഷയങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയും നമുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് പല വിഷയങ്ങളും നമ്മൾ അത്തരത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന പല നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഇപ്പോൾ നമ്മളെ സരിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാവട്ടെ, അല്ലെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിട്ട് ഇതൊക്കെ ഈ പലരും ചർച്ച ചെയ്യും. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാതെ നമ്മൾ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാഹുലിൻ്റെ വിഷയം പർട്ടിക്കുലർലി അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അയാളൊരു സീരിയൽ ഒഫൻഡർ ആയിട്ടാണ് അയാളുടെ കേസിൻ്റെ ഒരു ഒരു സംവിധാനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരേ തലത്തിൽ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലീക്കായി വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അനുസരിച്ചിട്ട് അദ്ദേഹം ഒരു മനസ്താപവും കൂടാതെ അബോട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്ന് ചോദിക്കുന്നതും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസന്റ് ചെയ്യുന്നതായിരുന്നാലും ശരി തന്നെയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ക്രിമിനൽ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വ്യക്തി വലിയ അപകടം സൃഷ്ടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികളെയും ഇതേ കണ്ണോടുകൂടിയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് 1, 2, 3 പേരല്ല അറിയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഇൻസൈഡ് സർക്കിളിൽ നിന്ന് നമുക്ക് ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇഷ്ടം പോലെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പരാതികൾ ഒളിഞ്ഞും തെളിഞ്ഞും പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ പോലും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി അങ്ങനെ പോലും ഇടപെടാൻ ഒരു മടിയുമില്ലാതെ തനിക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ലൈം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പരാതിയും ഇല്ല എന്നതൊരു ന്യായമായി കോൺഗ്രസ് നേതൃത്വത്തിന് പറയേണ്ട ആവശ്യം? രാഹുലിനെ അത്രയ്ക്ക് പേടിച്ചിട്ടു? അല്ല, അത് അവർ ഉത്തരം പറയേണ്ടുന്ന വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പരാതിയും ഇല്ല എന്ന് അവർ പറയുന്നത് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാതിരിക്കാനുള്ള ഒരു അടവായിട്ട് മാത്രമാണ്. കാരണം അവർക്കറിയാം പാലക്കാടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് എന്നുള്ളതും കോൺഗ്രസിന് അത്തരത്തിൽ BJPയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പാലക്കാടിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് അവർ ഒരു തരത്തിലും ആ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്
ഉണ്ടോ? അതായത് രാഹുലിന്റെ MLA സ്ഥാനത്തിന്റെ രാജിക്ക് വേണ്ടി BJP അടക്കമുള്ളവർ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കുന്നതിന് പിന്നിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം എന്നൊരു രാഷ്ട്രീയ ആലോചനയും ഉണ്ടോ? അല്ല, ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേട്ടമുണ്ടാക്കാം എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ന് കരുതിയിട്ട് നമുക്ക് ഇല്ലാത്തൊരു കേസിന്, അപ്പം ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ ശ്രീ ഗോപികൃഷ്ണൻ, ഇതിനകത്ത് ഇപ്പോൾ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ രാഹുൽ അവർക്ക് മെസ്സേജ് അയച്ചു, ഇവർക്ക് മെസ്സേജ് അയച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുള്ള ഇത് കേസിൻ്റെ ഗ്രാവിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഈ കേസിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു, അതിൻ്റെ ഗ്രാവിറ്റി മാറുന്നു. ഇപ്പോൾ ഒരു ട്രാൻസ് വുമൺ വന്നിട്ട് എന്നെ റേപ്പ് ചെയ്യുന്നത് പോലെ ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് വിളിച്ചിട്ട് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്രയും ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി ബിഹേവ് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം നോർമൽ ആണോ എന്ന് പോലും അറിയില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും വസ്തുത ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നോർമൽ ആണ് എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും ദിവസം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടെ വ്യക്തമായിട്ട് അറിയാമല്ലോ, അതിനകത്ത് ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്രയും ദിവസവും ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യവും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു വ്യക്തി എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയാണ്. ഇനി കോൺഗ്രസ് ഇപ്പോൾ ഒരു ചെറിയ ആരോപണമോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ അദ്ദേഹത്തിനോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിക്കാൻ പറയുമായിരുന്നു. ഇത് സസ്പെൻഡ് ചെയ്യുന്നു, അദ്ദേഹത്തെ പുറത്താക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു, അവരുടെ പാർലമെന്ററി പാർട്ടിയുടെ ആ സംവിധാനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. ഇത്രയും ആക്ഷനുകളിലേക്ക് അവർ പോകുന്നത് ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും വസ്തുതയുണ്ട് എന്നുള്ളത് കൊണ്ടും അതിൻ്റെ ഗ്രാവിറ്റി വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും വലിയ സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ള ആൾ തങ്ങളുടെ പാർട്ടിയിലെ വനിതാ പ്രവർത്തകർക്ക് ഉൾപ്പെടെ, ഇപ്പം നമ്മൾ മാത്രമല്ലല്ലോ പറഞ്ഞു, ഇപ്പോൾ ഉമാ തോമസിനെ പോലുള്ള MLA ഉൾപ്പെടെ വന്ന് പറയുകയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ചികിത്സിക്കണം, അദ്ദേഹത്തിന് ഒരു തരത്തിൽ ഇതിനകത്ത് എൻ്റർടൈൻ ചെയ്യരുത് എന്നുള്ളത്. കാരണം അത്രയും പ്രായമായിട്ടുള്ള അവർക്ക് പോലും ഇങ്ങനെ ഒരു വ്യക്തി പാർട്ടിക്കകത്ത് നിൽക്കുന്നത് തങ്ങൾക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് അവിടെ സേഫ്റ്റി ഫീൽ ചെയ്യുക? നോക്കൂ, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ജനപ്രതിനിധിയെടുത്ത് പോവുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യമില്ലേ? കോൺഗ്രസിനകത്തുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവിന് അവർക്ക് സേഫ്റ്റി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പൊതുജനത്തിന് അതിനകത്ത് സേഫ്റ്റി തോന്നുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? യുവരാജ്, ഞാൻ വരാം. താങ്കളുടെ പോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. യുവരാജ്, ഞാൻ വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.